Hello everyone, welcome to Chemism by Ritu Shabiri. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കെമിക്കൽ കൈനറ്റിക്സ് പാർട്ട് 3 ക്രാഷ് കോഴ്സ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോൺസെൻട്രേഷൻ, പിന്നെ സെക്കൻഡ് വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ റിയാക്റ്റൻസ്, തേർഡ് ടെമ്പറേച്ചർ, ഫോർത്ത് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, 6 presence of light, 7 activation energy. ഇത് ഇത്രയാണ് ഒരു ഫാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോന്നും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അവിടുത്തെ ഫാക്ടേഴ്സ്. അതായത് ഫസ്റ്റ് കോൺസെൻട്രേഷനാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് നമുക്കറിയാം റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് ഉണ്ടാവും, റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ ഫോർവേഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് കൂടുമ്പോൾ അവിടെ എന്താ കൂടും, റേറ്റ് ഓഫ് റിയാക്ഷൻ ഫാസ്റ്റർ ആവും. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്റ്റൻസ് എന്നാണ്. അതായത് റിയാക്ഷൻസ് ഇൻവോൾവിങ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആർ ഫാസ്റ്റർ ദാൻ റിയാക്ഷൻസ് കണ്ടെയ്നിങ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ് റിയാക്റ്റൻസ്. സോളിഡ്സും ലിക്വിഡ് റിയാക്റ്റൻസിനെ കാട്ടിയും കൂടുതൽ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയാക്ഷൻസ് കൂടുതൽ ഫാസ്റ്റർ ആവുന്ന, റിയാക്ഷൻസ് ഫാസ്റ്ററായിട്ട് നടക്കുന്ന ഏതിലാണ്, ഗേഷ്യസ് റിയാക്റ്റൻസ് ആയിരിക്കുമ്പോഴാണ് റിയാക്റ്റൻസ് കൂടുതൽ ഫാസ്റ്ററായിട്ട് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ ടെമ്പറേച്ചർ ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഫോർ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ബിക്കംസ് ഓൾമോസ്റ്റ് ഡബിൾ വിത്ത് 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ. ഒരു 10 degree പോലും ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, കാറ്റലിസ്റ്റ് ജനറലി ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അതുപോലെ സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ് ഫോർ എ റിയാക്ഷൻ ഇൻവോൾവിങ് എ സോളിഡ് റിയാക്റ്റൻ്റ് ഓർ കാറ്റലിസ്റ്റ് ഗ്രേറ്റർ ഈസ് ദ സർഫസ് ഏരിയ ദ ഫാസ്റ്റർ ഈസ് ദ റിയാക്ഷൻ. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് കൂടും, റിയാക്ഷൻ്റെ റേറ്റും അതുപോലെ കൂടും. പ്രസൻസ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓൺലി. നമുക്കറിയാം പല ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് വേണം, ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ അങ്ങനെയുള്ള റിയാക്ഷൻസ് നടക്കൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയാണ്. ആക്ടിവേഷൻ എനർജി എത്ര കുറയോ അത്ര തന്നെ ഫാസ്റ്റർ ആയിരിക്കും റിയാക്ഷൻ. അതായത് ലോവർ ദ ആക്ടിവേഷൻ എനർജി ഫാസ്റ്റർ ഈസ് ദ റിയാക്ഷൻ. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ഫാക്ടേഴ്സിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് റേറ്റ് എക്സ്പ്രഷനും അതുപോലെ റേറ്റ് കോൺസ്റ്റൻറ്റും ആണ്. റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, അതുപോലെ അതിൽ നിന്ന് റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ്സ് സി പ്ലസ് ഡി ഡി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ to the power x and b to the power y. x y നമുക്കറിയാം എക്സ്പൊണൻസ് ആണ്, which may or may not be equal to stoichiometric coefficients a and b of the reactants. എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് നമ്മൾ റേറ്റ് എക്സ്പ്രഷനിൽ എക്സ്പൊണൻസ് എഴുതുന്ന എക്സും വൈയും എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ റിയാക്ഷനിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആയ എക്കും ബിക്കും മേ ബി ഈക്വൽ ആവാം, ചിലപ്പോൾ ഈക്വൽ. ചില റിയാക്ഷൻസിൽ എക്സ് എന്ന് പറയുന്ന എക്കും വൈ എന്ന് പറയുന്ന ബിക്കും ഈക്വൽ ആവാറുണ്ട്, ചില സമയത്ത് അത് ഈക്വൽ ആവാറില്ല. ഓക്കെ, അപ്പോൾ റേറ്റ് ഇതും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി. അതെന്താ, റേറ്റ് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആകുമ്പോൾ നമുക്കറിയാം കുറയാണ്, അതുകൊണ്ട് അവിടെ മൈനസ് വന്നു. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതുന്നു. അതുപോലെ വിച്ച് ഈസ് നമ്മുടെ റേറ്റ് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു, കോൺസെൻട്രേഷന് പ്രപ്പോർഷണലാണ്. അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റൈസ് ടു എക്സ് ബി റൈസ് ടു വൈ എന്ന് കൊടുത്തു. അപ്പോൾ കെ എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ആൻഡ് ദ ഇക്വേഷൻ ഏത്, റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റൈസ് ടു എക്സ് ബി റൈസ് ടു വൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് കോൾഡ് ദ റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റേറ്റ് ലോ ആണ്. റേറ്റ് ലോയിൽ എന്താ റേറ്റ് ലോ എന്ന് നോക്കാം. റേറ്റ് ലോ ഈസ് ദ എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് with each terms raised to some power which may or may not be same as the stoichiometric coefficient of the reactant species in a balanced chemical equation. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ റേറ്റ് ലോ എന്താണെന്ന് കണ്ടതാണ്. അപ്പോൾ ആ റേറ്റ് ലോ ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. റേറ്റ് ലോയിലെ കോൺസെൻട്രേഷൻ്റെ പവർ എന്ന് പറയുന്നത് വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻറ്റ് സ്പീഷീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ചില സമയത്ത് ഈക്വൽ ആവാറുണ്ട്,
ചില സമയത്ത് എന്താവാറില്ല, ഈക്വൽ ആവാറില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഓർഡർ ഓഫ് എ റിയാക്ഷൻ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷനിലുള്ള ആ കോൺസെൻട്രേഷൻ്റെ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ റേറ്റ് ലോ ഇക്വേഷൻ എന്താണ്, റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റൈസ് ടു എക്സ് ബി റൈസ് ടു വൈ എന്നാണ്. അതിൽ എക്സും വൈയും, അതായത് എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് എന്ത് തരുന്നത്, ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ടോട്ടൽ ഓർഡർ തരുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഓർഡർ? ഇറ്റ് ഈസ് എ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റിയാക്ഷൻ അല്ല, പകരം എന്താണ്, റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ് എന്ത്, ഓർഡർ. ഓക്കെ ആണല്ലോ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി 0, 1, 2, 3 ആൻഡ് ഈവൻ എ ഫ്രാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്തൊക്കെ ആവാറുണ്ട്, 0 ആവാറുണ്ട്, 1 ആവാറുണ്ട്, 2 ആവാറുണ്ട്, അതുപോലെ ഫ്രാക്ഷൻസും ഉണ്ടാവാറുണ്ട്. അതിന് ഓരോന്നിനും ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 0 ഓർഡറിന് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 2NH3 gives N2 + 3H2 ആണ്. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ എന്ന് പറയുന്നത് റിയാക്റ്റിംഗ് സ്പീഷീസ് NH3 എന്ന് പറയുന്ന 2 മോളാണ്, അതായത് 2 ആണ് അവിടുത്തെ റിയാക്റ്റിംഗ് സ്പീഷീസ്. പക്ഷെ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോയിൽ നമ്മൾ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു KNH3 റേസ് ടു 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തിന് ഈക്വൽ അല്ല, 0 എന്ന് പറയുന്നത് 2ന് ഈക്വൽ ആവുന്നില്ല. 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ് ഇത് NH3യുടെ റിയാക്ഷൻ. NH3യുടെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 0 ഓർഡർ റിയാക്ഷനാണ്. അത് നിങ്ങൾ ആ റേറ്റ് എക്സ്പ്രഷനോട് കൂടി തന്നെ പഠിക്കുക. 0 ഓർഡറിന് എക്സാമ്പിൾ ഏതാ, ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും റിയാക്ഷൻ തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഓർഡർ. അത് നിങ്ങൾ ഓർഡർ ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിളും സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി തന്നെ വെക്കുക. കാരണം ഇതൊക്കെ എന്താണ്, എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇതൊന്നും നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0 ഓർഡറിന് എക്സാമ്പിൾ നോക്കി പഠിക്കുക. അതുപോലെ ഫസ്റ്റ് ഓർഡറിന് ഏതാ എക്സാമ്പിൾ, ഇത് അവിടെ നോക്കുക. 2N2O5 എന്നുള്ള ആ റിയാക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 റിയാക്റ്റൻ സ്പീഷീസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ഓർഡർ എത്രയാണ്, ഫസ്റ്റ് ഓർഡർ ആണ്. അതായത് റേറ്റ് ഈക്വൽ ടു KN2O5ൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ. അതായത് N2O5 റേസ് ടു 1 ആണ്. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതുപോലെ സെക്കൻഡ് ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ NO2 gives NO + O2 എന്ന് പറയുന്നത് അതിൽ എത്ര റിയാക്റ്റൻ സ്പീഷീസ് ഉണ്ട്, 2 റിയാക്റ്റൻ സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ റേറ്റിലോ എടുക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്, റേറ്റ് ഈസ് ഈക്വൽ ടു KNO2 റേസ് ടു 2 തന്നെയാണ്. അതായത് ഇവിടെ നമ്മുടെ എക്സ്പൊണൻസും അതുപോലെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഈക്വലായി വരുന്നുണ്ട്. മനസ്സിലാവുമല്ലോ, നമ്മുടെ എക്സ് ആയിട്ട് വരുന്നതും അതുപോലെ A എന്ന് പറയുന്ന റിയാക്റ്റൻ സ്പീഷീസും അവിടെ ഈക്വൽ ആവുന്നുണ്ട്. രണ്ടും 2 തന്നെയാണ്. അതുപോലെ അടുത്തതും സെയിം തന്നെയാണ്. H2 + I2 gives 2HA എന്ന് പറയുന്ന റേറ്റ് ഈസ് ഈക്വൽ ടു KH2ൻ്റെ കോൺസെൻട്രേഷൻ അതുപോലെ I2ൻ്റെ കോൺസെൻട്രേഷൻ. അതായത് രണ്ടും 1 വീതം ഉണ്ട്. H2ൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ 1 ആണ്, അതുപോലെ I2ൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ 1 ആണ്. സോ 1 + 1 ഈസ് ഈക്വൽ ടു 2. അതായത് അതെന്താ, അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻസും ഇവിടെ എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾ നെക്സ്റ്റ് നോക്കുകയാണ്. നെക്സ്റ്റ് തേർഡ് ഓർഡറിന് എക്സാമ്പിൾ 2NO + O2 gives 2NO2. അത് എത്രയാണ് റേറ്റ് എന്ന് പറയുന്നത്, KNO2 റേസ് ടു 2O2ൻ്റെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ റേറ്റ് നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് 3 ആണ്, 2 + 1 3 ആണ്. അതുപോലെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാലും അവിടെ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് NO² അതുപോലെ O2 റേസ് ടു 1 ആണ്. അതായത് 2 + 1 ഈസ് ഈക്വൽ ടു 3. അതായത് ഇവിടെ എക്സ്പൊണൻസും കോഎഫിഷ്യൻസും എന്തായി, സെയിം ആയി. അതുപോലെ ഫ്രാക്ഷണൽ ഓർഡറിന് എക്സാമ്പിളാണ് അസെറ്റാൽഡിഹൈഡ് ആൻഡ് ഡിസോസിയേഷൻ. ഫ്രാക്ഷണൽ ഓർഡറിന് എക്സാമ്പിളാണ് റേറ്റ് ഈക്വൽ ടു KCH3 CHO റേസ് ടു 3/2. സോ ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താ എലിമെൻ്ററി റിയാക്ഷൻ, എന്താ കോംപ്ലക്സ് റിയാക്ഷൻ എന്നാണ്. ഒരു ബാലൻസ് ഇക്വേഷനിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ഒരു റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ 1 സ്റ്റെപ്പ്, അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ എലിമെൻ്ററി റിയാക്ഷൻ എന്ന് പറയും. പക്ഷേ ഒരു റിയാക്ഷൻ നടക്കുന്ന കുറച്ചേറെ അധികം സ്റ്റെപ്പുകൾ കൂടിയാണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും കോംപ്ലക്സ് റിയാക്ഷൻ. അതിൽ ഓരോ സിംഗിൾ സ്റ്റെപ്പിനെയും നമ്മൾ വിളിക്കും അതെന്താണ്, ഒരു എലിമെൻ്ററി റിയാക്ഷനാണ് എന്ന് വിളിക്കും. ആ കുറേ എലിമെൻ്ററി റിയാക്ഷൻസ് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന, കോംപ്ലക്സ് റിയാക്ഷൻസ് കിട്ടുന്നത്. അതുപോലെ നെക്സ്റ്റ് നമുക്കറിയണം എന്താ റേറ്റ് ഡിറ്റർമിനൻറ്റ് സ്റ്റെപ്പ്. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേയേറെ സ്റ്റെപ്പുകൾ ഉണ്ടാവും. അതിൽ
ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് ഓവറോൾ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതിൽ നമ്മൾ റേറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താ, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു നമ്മൾ റേറ്റിൻ്റെ യൂണിറ്റ് പറഞ്ഞത്. ഇത് ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ്. അതിന് ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. ഫോർ nth ഓർഡർ റിയാക്ഷൻ മോൾ റേസ് ടു 1 - n, L റേസ് ടു n-1, S റേസ് ടു -1. അപ്പോൾ ഇപ്പോൾ nth ഓർഡറിനാണ് നമ്മൾ ഈ ജനറൽ എക്സ്പ്രഷൻ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 0 ഓർഡർ ആകുമ്പോൾ അവിടെ n എത്രയാവും, n = 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടും മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഫസ്റ്റ് ഓർഡർ ആകുമ്പം S റേസ് ടു -1 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ n = 2 ആണ്. അപ്പോൾ മോൾ റേസ് ടു -1, L റേസ് ടു 1, S റേസ് ടു -1, അങ്ങനെ ഓരോന്നും കിട്ടും. അത് നിങ്ങൾ എന്നിന് പകരം അവിടെ 0, 1, 2, 3 എന്നിട്ട് കൊടുക്കുക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനറൽ എക്സ്പ്രഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. 0 ആകുമ്പോൾ എത്രയാണ്, ഫസ്റ്റ് ആകുമ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, അവരുടെ ഡിഫറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓർഡർ ആണെങ്കിൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആൻഡ് കനോട്ട് ബി കാൽക്കുലേറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ റേറ്റ് എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. അല്ലാതെ എത്ര നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഓർഡർ എഴുതാൻ പറ്റില്ല. അത് ചിലതിന് മാത്രം ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആവാറുണ്ട്. പക്ഷേ ശരിക്കും ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ മോളിക്യൂൾസ് ഓഫ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് നോക്കി അത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ മോളിക്കുലാരിറ്റി കിട്ടും. ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ ആസ് വെൽ ആസ് 0. ഓർഡർ 0 ആവാറുണ്ട്, ഫ്രാക്ഷണൽ ആവാറുണ്ട്, ഒക്കെ ഓൾ നമ്പേഴ്സ് ആവാറുണ്ട്, എല്ലാം ആവാറുണ്ട്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ ഓൾ നമ്പർ. ഇനി ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എലിമെൻ്ററി ആസ് വെൽ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ. എലിമെൻ്ററി റിയാക്ഷനും അതുപോലെ കോംപ്ലക്സ് റിയാക്ഷനും ഓർഡർ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലിമെൻ്ററി റിയാക്ഷൻസ്. കോംപ്ലക്സ് റിയാക്ഷൻ ഓർഡർ ഈസ് ഗിവൺ ബൈ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഡർ തരുന്നത് ആ റിയാക്ഷൻ്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഹാസ് നോ സിഗ്നിഫിക്കൻസ്. കോംപ്ലക്സ് റിയാക്ഷനിലും മോളിക്കുലാരിറ്റിക്ക് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ A + B + C gives P is given by R = -dA/dt which is equal to Ka raised to half, B raised to half, C raised to 1/4. Then the order of the reaction is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ്. നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ റേറ്റ് = K raised to half, B raised to half, C raised to 1/4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ് ഓർഡർ. ഓർഡർ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, 1/2 + 1/2 + 1/4. എത്ര കിട്ടും? 1/2 1/2 1 1 + 1/4 5/4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതാ? ആൻസർ ഈസ് ഓപ്ഷൻ D, 5/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ 2N2O5 gives 4NO2 + O2 is 2 × 10⁻⁵ second raised to -1. If the rate of the reaction is 1.4 × 10⁻⁵ mole per liter per second, what will be the concentration of N2O5 in mole per liter? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇവിടെ നോക്കുക, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഏതോ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അതായത് K ആണ് തന്നിരിക്കുന്നത്. K ഈസ് ഈക്വൽ ടു 2 × 10⁻⁵ second raised to -1. ഇതവർ തന്നിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം സെക്കൻഡ് റേസ് ടു -1 റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വരുന്നത് ഏതിനാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോഴാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എത്രയാവുന്നത്? സെക്കൻഡ് റേസ് ടു -1 അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ആവുന്നത്.
ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാം എങ്ങനെ എഴുതും റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ കെ N2O5 ഇങ്ങനെ എഴുതിക്കൂടെ, കാരണം ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇത് എന്താണ് റൈസ് ടു 1 ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ എങ്ങനെയാ റേറ്റ് ബൈ കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോൺസെൻട്രേഷൻ ഓഫ് N2O5 കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതാ, കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് പറയുന്നത് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷൻ 1.4 into 10⁻⁻5 by റേറ്റ് കോൺസ്റ്റന്റ് 2 into 10⁻⁻5. നമുക്ക് എത്ര കിട്ടും, ഇത് കട്ട് ചെയ്യുക, ഇവിടെ ചെയ്യുമ്പോൾ 0.7. അപ്പോൾ നമുക്ക് കിട്ടി 0.7 mol per liter. ഇവിടുത്തെ ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.7. Next question, what will be the rate equation for the reaction 2x plus y gives z if the order of the reaction is 0? അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ജനറൽ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഓർഡർ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും റേറ്റിൻ്റെ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഓർഡർ 0 ആണ്. ഓപ്ഷൻ എ എടുക്കുകയാണ്. ഇവിടെ ഓപ്ഷൻ എ ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് 1 + 1 2 കിട്ടും. നമ്മളല്ല ബി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ കോൺസെൻട്രേഷൻ്റെ ടേംസ് ഇല്ല അല്ലേ. കോൺസെൻട്രേഷൻ ടേംസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ എത്രയാണ്, ഓർഡർ ഈക്വൽ ടു 0. സി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ്, എക്സിൻ്റെ ടേം 0 ആണ്, പക്ഷേ വൈ എന്താണ് അവിടെ 1 ആണ്. അപ്പോൾ ഓർഡർ 1 ആണ് കിട്ടുന്നത്. അടുത്തതും എന്താണ് കിട്ടുന്നത്, വൈയുടെ ടേം ഇല്ല, പക്ഷെ എക്സിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഓർഡർ 1 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓർഡർ 0 കിട്ടുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ റേറ്റ് ഈക്വൽ ടു കെ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈക്വൽ ടു കെ എക്സ് റൈസ് ടു 0 അതുപോലെ വൈ റൈസ് ടു 0 ആയിരുന്നു എങ്കിൽ എക്സ് റൈസ് 0 ഇനി നമ്പർ റൈസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുപോലെ വൈ റൈസ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ നമുക്ക് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് ഈസ് ഈക്വൽ ടു എന്തിന് കെക്ക് ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം ഫോർ എ ഓപ്ഷൻ. എന്താ പറഞ്ഞാൽ റേറ്റിൻ്റെ യൂണിറ്റും അതുപോലെ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റും സെയിം ആയിട്ട് വരുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് റേറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ ബൈ ടൈം. അതായത് യൂണിറ്റ് എന്ത് വരും, മോൾ പെർ ലിറ്റർ ബൈ ടൈം ആവുന്നതുകൊണ്ട് പെർ സെക്കൻഡ്. ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ്. അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും സെയിം ആയിട്ട് വരുന്നത് ഏതിലെന്നാണ് ചോദ്യം. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്, അതിന് ഞാൻ നിങ്ങൾക്കൊരു ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞു തന്നു. എന്താ ജനറൽ എക്സ്പ്രഷൻ, മോൾ റൈസ് ടു 1 - n L റൈസ് ടു n - 1 S റൈസ് ടു -1. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഇതിൽ എന്നിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഇതിന് ഈക്വൽ ആവുന്നതെന്ന് നോക്കിയാൽ മതി. മോളിന് 1 വരണം, ലിറ്റർ -1 ആവണം. അതായത് ഇവിടെ n = 0 ഇട്ട് നോക്കിക്കേ, n = 0 ആകുമ്പോഴത്തേക്കും ഇവിടെ എന്ത് കിട്ടും നമുക്ക്, മോൾ റൈസ് ടു 1 ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതാ, n = 0. ഏതാണ് ഓപ്ഷൻ എ. 0 ഓർഡർ റിയാക്ഷൻ ആകുമ്പോഴാണ് റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റും സെയിം ആവുന്നത്. ഓക്കെ, 0 ഓർഡർ റിയാക്ഷൻ ആയിരിക്കുമ്പോഴാണ് റേറ്റിൻ്റെ യൂണിറ്റും അതുപോലെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റും സെയിം ആവുന്നത്.